ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരംഗിണി. കരളാണ്, കരുതൽ വേണം. ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥിയാണ് കരൾ. ശരീരത്തിലെ രാസപരീക്ഷണശാല എന്ന് വിളിക്കുന്ന അവയവം കൂടിയാണിത്. ശരീരം മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്നതിനുള്ള ഊർജ സ്രോതസ്സാണ് കരൾ എന്നും പറയാം. നമ്മുടെ ശരീരത്തെ വിഷവിമുക്തമാക്കുന്നത് മുതൽ പോഷകങ്ങൾ സംസ്കരിക്കുന്നതുവരെ മൊത്തത്തിലുള്ള ക്ഷേമത്തിന് ആരോഗ്യകരമായ കരൾ അത്യാവശ്യമാണ്. ശരീരത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ അവയവമായ കരളിന്റെ ആരോഗ്യത്തെക്കുറിച്ചും രോഗപ്രതിരോധത്തെക്കുറിച്ചും ആഗോള അവബോധം വളർത്തുന്നതിന് എല്ലാ വർഷവും ഏപ്രിൽ 19 ലോക കരൾ ദിനം ആചരിക്കുന്നു. ജീവിതശൈലി, ഭക്ഷണക്രമം എന്നിവ ശ്രദ്ധിച്ച് മുൻകരുതലോടെ കൃത്യമായ ആരോഗ്യ പരിശോധനകൾ നടത്തി കരളിനെ സംരക്ഷിക്കുക എന്ന സന്ദേശമാണ് ദിനാചരണത്തിലൂടെ നൽകുന്നത്. സോളിഡ് ഹാബിറ്റ്സ്, സ്ട്രോങ് ലിവർ, ഉറച്ച ശീലങ്ങൾ, കരുത്തുറ്റ കരൾ എന്നതാണ് ഈ വർഷത്തെ കരൾ ദിന പ്രമേയം. നമ്മുടെ ശരീരത്തിൽ തലച്ചോർ കഴിഞ്ഞാൽ ഏറ്റവും സങ്കീർണമായ പ്രവർത്തന രീതിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അവയവങ്ങളിലൊന്നാണ് കരൾ. നാം കഴിക്കുന്ന ഭക്ഷണം, കുടിക്കുന്ന വെള്ളം, മരുന്നുകൾ തുടങ്ങിയവയെല്ലാം എത്തിച്ചേരുന്നതും കടന്നു പോകുന്നതും കരളിലൂടെയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ചെറിയ അശ്രദ്ധ പോലും കരളിനെ കുഴപ്പത്തിലാക്കും. മറ്റൊരു അവയവത്തിനുമില്ലാത്ത കരളിനുള്ള സവിശേഷത അതിന്റെ സ്വയം സഹനശേഷിയും പുനരുജ്ജീവനശേഷിയുമാണ്. എന്നാൽ ചില സാഹചര്യങ്ങളിൽ കരൾ രോഗങ്ങൾ ഗുരുതരമായ ആരോഗ്യ സങ്കീർണതകളിലേക്ക് നയിച്ചേക്കാം. നിരവധി ധർമ്മങ്ങളാണ് കരൾ ഓരോ നിമിഷവും നിർവഹിക്കുന്നത്. കരളിലെത്തുന്ന വിഷമയ വസ്തുക്കളെ നീക്കം ചെയ്യൽ, അണുബാധയ്ക്കും അസുഖങ്ങൾക്കുമെതിരായി പോരാട്ടം നടത്തൽ, രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ക്രമീകരിക്കൽ, കൊളസ്ട്രോൾ നില നിയന്ത്രിക്കൽ തുടങ്ങിയവയെല്ലാം കരളിന്റെ പ്രവൃത്തികളാണ്. പലപ്പോഴും കരൾ രോഗം മൂർച്ഛിച്ച ശേഷമാണ് ലക്ഷണങ്ങൾ പ്രകടമാക്കപ്പെട്ടു തുടങ്ങുക എന്നതാണ് ഏറ്റവും വലിയ വെല്ലുവിളി. എന്നാൽ നേരത്തെയുള്ള പരിശോധനകളിലൂടെ കരൾ രോഗത്തെയോ രോഗസാധ്യതയെയോ തിരിച്ചറിയാനും പ്രതിരോധിക്കാനും കഴിയുമെന്നത് ആശ്വാസമാണ്. മറ്റു ചികിത്സകൾ ഫലം കാണാത്ത ഘട്ടത്തിൽ കരൾ മാറ്റിവെക്കലിലൂടെ ജീവിതം തിരിച്ചുപിടിക്കാനും സാധിക്കും. മദ്യപാനം മൂലമുണ്ടാകുന്ന കരൾ രോഗങ്ങൾക്ക് പുറമെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസസ് അഥവാ മറ്റു കാരണങ്ങൾ കൊണ്ടുണ്ടാകുന്ന കരൾ രോഗങ്ങൾ. ഇതിനെക്കുറിച്ച് സീനിയർ ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റും കരൾമാറ്റ ശസ്ത്രക്രിയാ വിദഗ്ധനുമായ ഡോക്ടർ ഹരികുമാർ ആർ നായർ വാർത്താ തരംഗിണിയോട്. കരൾ രോഗങ്ങൾ കേരളത്തിന്റെ സാഹചര്യത്തിൽ അധികരിച്ചു വരുന്നു എന്ന് തന്നെ പറയേണ്ടി വരുന്നു. കരൾ രോഗകാരണങ്ങളിൽ മദ്യപാനം മൂലം ഉള്ള കരൾ രോഗങ്ങൾ ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ മറുഭാഗത്ത് അത്രത്തോളം തന്നെ നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസും പെരുകി വരുന്നതായിട്ട് കാണാം. അമിതാഹാരം കാരണം അമിതവണ്ണം ഉണ്ടാകുന്നു. ആ കൂടുതൽ കഴിക്കുന്ന ഭക്ഷണോർജ്ജം കത്തിച്ച് കളയാൻ തക്കവണ്ണം ശാരീരിക അധ്വാനം ചെയ്യാതെ വരുമ്പോൾ ആ ഭക്ഷണത്തിലെ ഊർജ്ജം കൊഴുപ്പായി രൂപാന്തരപ്പെട്ട് ശരീരത്തിൽ എമ്പാടും അടിയുകയും അതോടൊപ്പം തന്നെ ആന്തരിക അവയവങ്ങളിൽ അടിയുകയും ചെയ്യുന്നു. ഈ ആന്തരിക അവയവങ്ങളിൽ ഏറ്റവും അധികം ഈ പ്രക്രിയയിൽ ദോഷം സംഭവിക്കുന്നത് കരളിനാണ്. കരളിലേക്കാണ് ഏറ്റവും അധികം കൊഴുപ്പടിയുക. അതാണ് നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ്. കൂടാതെ ചില ജനിതക കരൾ രോഗങ്ങളുണ്ട്. വൈറസുകൾ മൂലം ഹെപ്പറ്റൈറ്റിസ് ബി, ഹെപ്പറ്റൈറ്റിസ് സി തുടങ്ങിയ വൈറസുകൾ മൂലവും കരൾ രോഗങ്ങൾ വരാറുണ്ട്. പ്രധാനമായിട്ടും കരൾ സിറോസിസിലേക്കാണ് ഇവയെല്ലാം നയിക്കുക. കരൾ ക്യാൻസറും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ചികിത്സാ സംബന്ധമായി നോക്കുകയാണെങ്കിൽ കരൾ രോഗശാസ്ത്രത്തിലെ ഒരു പ്രധാന വെല്ലുവിളി എന്താണെന്ന് വെച്ചാൽ കരൾ രോഗകാരണങ്ങൾ 10, 20 അതിലധികമോ വർഷമെടുത്താണ് അവസാന ഘട്ട കരൾ രോഗത്തിൽ എത്തുന്നത്. സിറോസിസും കടന്ന് കരൾ ക്യാൻസറിലെത്തി കരൾ മാറ്റിവെക്കലിലേക്ക് പോകുന്നത് വാസ്തവത്തിൽ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ്. ആ നിശബ്ദാവസ്ഥയിൽ ഇരിക്കുന്ന സമയമാണ് നമുക്ക് പരിപൂർണമായിട്ട് ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുന്നത്. പക്ഷേ നിശബ്ദാവസ്ഥയിൽ പലപ്പോഴും നമുക്കിതിനെ കണ്ടെത്താൻ കഴിയാറില്ല. അതിനുള്ള സ്ക്രീനിങ് പരിശോധനകൾ, ഫൈബ്രോസ്കാൻ പോലെയുള്ള പരിശോധനകൾ നമ്മൾ ചെയ്യാറില്ല. ഇനിയും കരൾ മാറ്റിവെക്കലിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ 2 തരം കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയകളാണുള്ളത്. മസ്തിഷ്ക മരണത്തിന് ശേഷം ഉണ്ടാകുന്ന അവയവദാനം, ആ അവയവം സ്വീകരിക്കുന്ന ആ ട്രാൻസ്പ്ലാന്റ് കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയെ ഡെഡ് ഡോണർ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറയും. ജീവനുള്ള ഒരു വ്യക്തി, അത് തൻ്റെ ബന്ധുവായിരിക്കും പലപ്പോഴും, ആ ബന്ധു കരളിൻ്റെ ഒരു ഭാഗം പകുത്തു നൽകുന്ന ശസ്ത്രക്രിയാ രീതിയെ ലിവിംഗ് ഡോണർ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറയും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരു വ്യക്തിക്ക് കരൾ മാറ്റിവെക്കണമോ എന്ന ചോദ്യത്തിന് വ്യക്തമായ ഒരു
ഉത്തരം, ആ കരൾ രോഗത്തിൻ്റെ ഘട്ടം അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയെന്ന് ഉറപ്പാക്കാനുള്ള പരിശോധനകളും മെൽഡ് സ്കോർ എന്ന് പറയുന്ന രക്തത്തിലെ ബിലിറൂബിൻ്റെയും ക്രിയാറ്റിൻ്റെയും ഒക്കെ അളവ് ചേർത്ത് വെച്ചുണ്ടാകുന്ന ഒരു ഫോർമുലയാണ് മെൽഡ് സ്കോർ. അത് 15 മുകളിലാണ് എന്ന് ഉറപ്പുവരുത്തുക. പ്രധാനമായും മദ്യത്തിൻ്റെ ഉപയോഗം പരിമിതപ്പെടുത്തുക, കഴിക്കുന്ന ഭക്ഷണത്തിനനുസൃതമായി എക്സസൈസ് ചെയ്യുക, ശാരീരിക അധ്വാനം ചെയ്യുക. കരൾ രോഗ സാധ്യതയുള്ള വ്യക്തികൾ, പ്രമേഹം, കൊളസ്ട്രോളിൻ്റെ അധികരിച്ച അവസ്ഥ, രക്താതിസമ്മർദ്ദം തുടങ്ങിയ രോഗങ്ങളുള്ള ആളുകൾ 40 വയസ്സിന് ശേഷം ഫൈബ്രോസ്കാൻ പോലുള്ള സ്ക്രീനിംഗ് പരിശോധനകൾക്ക് വിധേയരാകുക. അമിതമായ മദ്യപാനം, അനാരോഗ്യകരമായ ഭക്ഷണക്രമം, അമിതവണ്ണം, വ്യായാമമില്ലായ്മ, ചില മരുന്നുകളുടെ ഉപയോഗം എന്നിവ കരൾ രോഗത്തിന് കാരണങ്ങളാണ്. നിയന്ത്രണ വിധേയമല്ലാത്ത പ്രമേഹം കരളിന്റെ ആരോഗ്യത്തെ ദോഷകരമായി ബാധിക്കാറുണ്ട്. അതിനാൽ കൃത്യമായി ചികിത്സിച്ച് പ്രമേഹത്തെ നിയന്ത്രിച്ചു നിർത്തേണ്ടത് അത്യാവശ്യമാണ്. ഒരു വ്യക്തിയുടെ കരൾ രോഗ സാധ്യത നിർണ്ണയിക്കുന്നതിൽ ജനിതക ഘടകങ്ങൾ പ്രധാന പങ്ക് വഹിക്കുന്നതായി പറയപ്പെടുന്നു. വ്യായാമമില്ലാത്ത ജീവിതശൈലി, പുറത്തുനിന്നുള്ള ഭക്ഷണം, പാക്കറ്റ് ഫുഡ്, ഫാസ്റ്റ് ഫുഡ്, കാർബണേറ്റഡ് പാനീയങ്ങൾ മുതലായവ കരളിന്റെ ആരോഗ്യത്തെ ബാധിക്കുന്നു. കുട്ടികളിലും ചെറുപ്പക്കാരിലും കരൾ രോഗങ്ങൾ വർദ്ധിച്ചു വരുന്നതിന് കാരണം ഇത്തരം ഭക്ഷണ രീതികളാണെന്നും ജനറൽ ഫിസിഷ്യനും ഡയബറ്റീഷ്യനുമായ ഡോക്ടർ നിഖിൽ മിനി രാമൻ വാർത്താ തരംഗിണിയോട് പറഞ്ഞു. ഇപ്പം പണ്ടുള്ളതിനേക്കാളും കരൾ രോഗം നമ്മൾ ഒത്തിരി കണ്ടുവരുന്നുണ്ട്. അതിന് മെയിൻ ആയിട്ടുള്ള കാര്യം ആൾക്കാർക്ക് വ്യായാമം ഇല്ല എന്നുള്ളത് തന്നെയാണ്. പണ്ടത്തെ പോലെയല്ല, ഇപ്പം ഏതിനും നമുക്ക് ഭയങ്കര ഈസിയാണ് പലതും ആക്സസ് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പം സൈക്കിൾ പോലും ചവിട്ടണ്ട, ഇലക്ട്രിക് സൈക്കിളൊക്കെ ഉള്ള കാലമാണ്. പിന്നെ നമ്മളിപ്പോൾ യങ്സ്റ്റേഴ്സിലും കുട്ടികളിലും കണ്ടുവരുന്ന കരൾ രോഗം, ഇപ്പം അതിന്റെ മെയിൻ ഇഷ്യൂ പറഞ്ഞാൽ അവരുടെ ഫുഡ് ഹാബിറ്റ്സ് മാത്രമാണ്. കുട്ടികളിൽ കാണുന്ന പൊണ്ണത്തടി ഇപ്പോഴത്തെ ഒരു സമൂഹത്തിൽ അത് ഭയങ്കര കൂടുതലാണ്. അത് ജങ്ക് ഫുഡ്സിന്റെ കാര്യം ഒത്തിരി ഉണ്ട്. അതിന്റെ കൂടെ കുട്ടികൾക്ക് പഴയ പോലെ വ്യായാമമോ കളിക്കളവോ അങ്ങനെയൊന്നുമില്ല. അപ്പം ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറയുന്ന അസുഖങ്ങൾ കൊണ്ടുണ്ടാകുന്ന ഒരു മെയിൻ ഇഷ്യൂ ആണ് ഈ ഡയബറ്റിസ്, കൊളസ്ട്രോൾ കൂടുക, ട്രൈഗ്ലിസറൈഡ് കൂടുക. ഇതൊക്കെ ഒത്തിരി കൂടുമ്പോൾ തൈറോയിഡ്, അങ്ങനത്തെ ഒത്തിരി പ്രശ്നം വരുമ്പോഴത്തേക്ക് ഇതെല്ലാം ഡയറക്ട്ലി അഫക്റ്റ് ചെയ്യുന്നത് നമ്മുടെ ലിവറിനെയാണ്. ഈ ലിവർ ശരീരത്തിന്റെ ഒരു ഫ്രിഡ്ജ് പോലെയാണ്. എക്സസ് വരുന്ന എനർജി എല്ലാം ഇതിൽ സ്റ്റോർ ആയി വെക്കും. അപ്പോൾ നിങ്ങൾ ആവശ്യമില്ലാത്ത ഇതൊക്കെ കഴിക്കുകയും ചെയ്യുന്നു. അതിന്റെ കൂട്ടത്തിൽ ആൽക്കഹോൾ കൺസംഷൻ ഉണ്ട്, സ്മോക്കിംഗ് ഉണ്ട്, പാക്കറ്റിൽ കിട്ടുന്ന ഫുഡ്, ഫാസ്റ്റ് ഫുഡ്, പുറത്തെ ഹോട്ടൽ ഭക്ഷണം, തട്ടുകട എന്നുള്ളതിനെല്ലാത്തിനും അതെല്ലാം ഉണ്ട്. കാർബണേറ്റഡ് ഡ്രിങ്ക്സ് അതിങ്ങനെ ഒത്തിരി കഴിക്കുമ്പോഴത്തേക്ക് നമുക്ക് അത് ലിവറിന് അത് ഭയങ്കര ദൂഷകരമായിട്ട് ബാധിക്കും. ജ്യൂസിൽ നമ്മൾ പഞ്ചസാര ഇട്ട് കുടിക്കുന്നത് ഭയങ്കര തെറ്റാണ്. ഫ്രൂട്ട്സ് ആയിട്ട് എടുത്ത് കഴിക്കാം. കൂടുതലും പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന ഫുഡ്സ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതായിരിക്കും നല്ലത്. കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ കഴിഞ്ഞവർക്ക് മാനസിക പിന്തുണ ഉറപ്പാക്കുന്നതിനും അവർക്ക് സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങിവരാൻ സാധിക്കുമെന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്തുന്നതിനുമുള്ള കൂട്ടായ്മയാണ് ലിവർ ഫൗണ്ടേഷൻ ഓഫ് കേരള, ലിഫോക്. ലിഫോക്കിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് സെക്രട്ടറി ശ്രീ വിനു വി നായർ വാർത്താ തരംഗിണിയോട്. കരൾമാറ്റ ശസ്ത്രക്രിയ വീട്ടുകാരുടെ നാട്ടുകാരുടെ എല്ലാം സഹായത്താൽ എങ്ങനെയൊക്കെ നടന്നു പോകും. എന്നാൽ അതിനുശേഷം മുന്നോട്ടുള്ള ജീവിതം സാമ്പത്തികമായും മാനസികമായൊക്കെ ഏറെ സങ്കീർണത നിറഞ്ഞാണ്. ഇത് മനസ്സിലാക്കി 2014 അവസാനം കരൾമാറ്റം കഴിഞ്ഞ കുറച്ച് ആൾക്കാർ അവരുടെ ചിന്തയിൽ നിന്ന് ഉടലെടുത്തതാണ് ലിഫോക് എന്ന ഈ സംഘടന. 2018 അതൊരു ചാരിറ്റി ട്രസ്റ്റ് ആയിട്ട് മാറി. ഇന്ന് കേരളത്തിലെ 14 ജില്ലകളിലും 3000-നടുത്ത അംഗങ്ങളുള്ള ഒരു ചാരിറ്റി ട്രസ്റ്റാണ് ലിഫോക്. ലിഫോക്കിന്റെ പ്രവർത്തികൾ സാമൂഹിക പ്രതിബദ്ധതയുടെ പേരിലും എല്ലാം രാജ്യത്തെ ബെസ്റ്റ് സപ്പോർട്ടിംഗ് എൻജിഒയ്ക്കുള്ള കേന്ദ്ര സർക്കാരിന്റെ അവാർഡും കേരള സർക്കാരിന്റെ ബെസ്റ്റ് സപ്പോർട്ടിംഗ് എൻജിഒയ്ക്കുള്ള പ്രഥമ അവാർഡും ലഭിച്ചിട്ടുണ്ട്. ഈ ലിഫോക്കിലെ അംഗങ്ങൾ എന്ന് പറയുന്നത് ഞങ്ങളെല്ലാവരും, ഞാൻ ഉൾപ്പെടെയുള്ളവർ കരൾ മാറ്റിവെച്ചവരും അവരുടെ ഡോണേഴ്സുമാണ്. അപ്പോൾ നമ്മൾ കരൾ മാറ്റിവെക്കുന്ന സമയത്ത് നമ്മൾ അനുഭവിച്ച ഒരുപാട് വിഷമതകളും ഒരു അവയവം ലഭിക്കുവാനുള്ള ഒരു സങ്കീർണതയും എല്ലാം ഞങ്ങളുടെ ഭൂരിഭാഗം പേരും അനുഭവിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അത് ഉള്ളിൽ കണ്ടുകൊണ്ട് ഞങ്ങൾ ബൃഹത്തായ രണ്ട് കാര്യങ്ങളാണ് സാമൂഹ്യ പ്രതിബദ്ധതയായിട്ട് അവതരിപ്പിക്കുന്നത്. ഒന്ന്, സ്കൂൾ തലത്തിൽ തന്നെ എങ്ങനെ കരൾ രോഗങ്ങൾ വരാതിരിക്കാം എന്നുള്ളതിനെ കുറിച്ചുള്ളൊരു അവയർനെസ് ക്ലാസ്സസ് കേരളത്തിലെ പ്രമുഖ ഡോക്ടേഴ്സിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ തന്നെ സ്കൂളുകളിൽ പോയി നടത്തുന്നുണ്ട്. ഇന്നത്തെ ഒരു ജീവിത സാഹചര്യം വെച്ച് കുഞ്ഞുങ്ങൾ കഴിക്കുന്ന ആഹാരങ്ങളെക്കുറിച്ചും പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ജങ്ക് ഫുഡ്സിനെ കുറിച്ചും എല്ലാം ഒരു അവയർനെസ് ക്ലാസ്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഞങ്ങളൊക്കെ ഒരിക്കൽ ഒരു അവയവത്തിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ കുടുംബത്തിലുള്ളവരുടെ സമീപിക്കുമ്പോഴായാലും അല്ലാതായാലും ഒരു മരണാനന്തരം ഒരു അവയവം കിട്ടിയായിരുന്നുവെങ്കിൽ കെടാവർ കിട്ടാനായിട്ട് തന്നെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. ഒരു കെടാവർ ട്രാൻസ്പ്ലാന്റ് ആണെങ്കിൽ ഈ ഭാരിച്ച ചെലവുകൾ, അപ്പോൾ ആ ഒരു ലെവലിൽ നിന്നൊക്കെ മാറി ഇപ്പോൾ ആ സിസ്റ്റം KSOTയുടെ നേതൃത്വത്തിൽ വളരെ ശക്തമായിട്ട് മുന്നിലുണ്ട്. അവയർനെസ് ക്യാമ്പയിനുകൾ നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി ലിവർ ഫൗണ്ടേഷൻ ഓഫ് കേരള തുടങ്ങിയതാണ് ആത്മതാളം എന്ന പദ്ധതി.
മരണാനന്തരം നമ്മളുടെ ശരീരം കുഴിച്ചുകൂടുകയോ കത്തിച്ചു കളയോ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നു എന്നുള്ളതിന് ഒരു കയ്യൊപ്പ് ചേർത്തിട്ട് പോവുക എന്നൊരൊറ്റ ലക്ഷ്യം ജനങ്ങളുടെ ഇടയ്ക്ക് പ്രചരിപ്പിച്ചുകൊണ്ട് നമ്മളുടെ മരണത്തിന് ശേഷം സർക്കാർ സംവിധാനത്തിൽ കൂടെ അവയവങ്ങൾ എടുക്കാൻ പറ്റുന്ന അത്രയും 8 അവയവങ്ങൾ ഏതൊക്കെ എടുക്കാൻ പറ്റുമോ അതെടുത്താൽ അത്രയും 8 ജീവനുകളാണ് കിട്ടുന്നത്. അതിനു വേണ്ടിയിട്ടുള്ളതാണ് ആത്മതാളം പദ്ധതി. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ അംഗങ്ങളുടെ വെൽഫെയർ ആണ്. ഞങ്ങൾക്ക് ജീവിതകാലം മുഴുവൻ കഴിക്കേണ്ട മരുന്നുകൾ എങ്ങനെയും സർക്കാർ സംവിധാനങ്ങളുടെയും തദ്ദേശ സ്വയംഭരണ വകുപ്പ് വഴിയും സൗജന്യമായി ലഭിക്കുവാനുള്ള പദ്ധതികളുണ്ട്. ആ പദ്ധതികളിലൂടെ കേരളത്തിലെ അവയവമാറ്റ ശസ്ത്രക്രിയ കഴിഞ്ഞവർക്ക് ലൈഫ് ലോങ് കഴിക്കേണ്ട മരുന്നുകൾ സൗജന്യമായി ലഭിക്കുന്നതിന് വേണ്ടി ശക്തമായിട്ട് നിലകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സംവിധാനം കൂടാണ് ലിഫോക്ക്. വേൾഡ് ലിവർ ഡേ ആയിട്ട് ഒരു ദിവസം ഞങ്ങൾക്കായി ആചരിക്കുന്നതിൽ ഏറെ സന്തോഷമുണ്ട്. കരളിനെ സംരക്ഷിക്കാനായി ശരിയായ ജീവിതശൈലി പിന്തുടരണമെന്ന് കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായ ശ്രീ ബാബു കുരുവിള വാർത്താ തരംഗിണി ശ്രോതാക്കളോട്. 11 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ സഹോദരപുത്രൻ്റെ സ്നേഹത്തിലൂടെയും കരുണയിലൂടെയും ജീവിതത്തിലേക്ക് മടങ്ങി വന്ന ഒരാളാണ് ഞാൻ. 2015 കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായ വ്യക്തി. കരൾ ഒരു നിശബ്ദ പോരാളിയാണ്. ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതുവരെ അത് പരാതി പറയാറില്ല. നമ്മുടെ തെറ്റായ ജീവിതശൈലികൾ എങ്ങനെയാണ് ഈ അവയവത്തെ ബാധിക്കുന്നതെന്ന് സ്വന്തം അനുഭവത്തിലൂടെ ഞാൻ തിരിച്ചറിഞ്ഞു. എന്നാൽ ഒരു പ്രതിസന്ധി വരുന്നതുവരെ നമ്മൾ കാത്തിരിക്കേണ്ടതില്ല. ഭക്ഷണത്തിൽ കൂടുതൽ പച്ചക്കറികൾ ഉൾപ്പെടുത്തുക, വ്യായാമം ചെയ്യുക, മദ്യപാനം പൂർണ്ണമായും ഒഴിവാക്കുക. ഇതിലൂടെ നമുക്ക് കരളിലെ രോഗങ്ങളുടെ ഒരു പരിധിവരെ തടയാനാകും. കൃത്യമായ ഇടവേളകളിൽ പരിശോധനകൾ നടത്താനും മറക്കരുത്. നിങ്ങളുടെ ആരോഗ്യം നിസ്സാരമായി കാണരുത്. ഇന്നു മുതൽ നല്ല ശീലങ്ങൾ തുടങ്ങാം. നമ്മുടെ കരളിനെ സംരക്ഷിക്കാം. കരളിന്റെ ആരോഗ്യം നിലനിർത്തുന്നതിൽ ഭക്ഷണക്രമത്തിന് പുറമേയുള്ള ജീവിതശൈലി ഘടകങ്ങൾക്കും നിർണായക പ്രാധാന്യമുണ്ട്. വ്യായാമം ശരീരഭാരം ഫലപ്രദമായി നിയന്ത്രിക്കാൻ സഹായിക്കുന്നു. കരളിന്റെ സംരക്ഷണത്തിനായി ജീവിതശൈലിയിലും ഭക്ഷണക്രമത്തിലും വരുത്തേണ്ട മാറ്റങ്ങളെക്കുറിച്ച് ഡയറ്റീഷ്യനായ ആര്യ PM വ്യക്തമാക്കുന്നു. ഒരു ചെറിയ ചോദ്യം. നമ്മളുടെ ശരീരത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന പക്ഷേ ഏറ്റവും കുറച്ച് ശ്രദ്ധിക്കുന്ന ഒരു അവയവം ഏതാണെന്നറിയോ? അത് നമ്മുടെ കരളാണ്. സൈലന്റ് ആയിട്ട് നമ്മൾ കഴിക്കുന്നതെല്ലാം പ്രോസസ്സ് ചെയ്ത് ശരീരത്തെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു റിയൽ ലൈഫ് ഹീറോയാണ്. പക്ഷേ നമ്മൾ തിരിച്ചു കൊടുക്കുന്ന കുറച്ച് കാരണങ്ങൾ കൊണ്ട് തന്നെ ഹീറോ വില്ലനാവാൻ അധികം താമസമില്ല എന്നുള്ളതാണ്. ഫാസ്റ്റ് ഫുഡും ഓയിലി ഭക്ഷണങ്ങളും സോഫ്റ്റ് ഡ്രിങ്ക്സും കാർബണേറ്റ് ഡ്രിങ്ക്സും ഓവർലോഡായിട്ടുള്ള കാർബോഹൈഡ്രേറ്റും ഇതൊന്നും കഴിച്ച വലിയ പ്രശ്നമില്ല എന്ന് ഉള്ളൊരു മൈൻഡ് സെറ്റും കൂടെ ആകുമ്പോഴത്തേക്കും കരളിൻ്റെ അവസ്ഥ വളരെ മോശമാവുന്നതാണ്. ഇവയെല്ലാം ഒരു സ്ലോ പോയിസൺ പോലെയാണ് കരളിനെ നശിപ്പിക്കുക. നമ്മൾ ചെറിയ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് കൊണ്ട് നമുക്ക് വലിയൊരു മാറ്റം ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഇന്ന് മുതൽ നമ്മുടെ പ്ലേറ്റിൽ നമ്മൾ പ്രോട്ടീന് എത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്നോ അതുപോലെ തന്നെ ഫൈബറിന് പ്രയോറിറ്റി കൊടുക്കുക. രാവിലെ ഉച്ചയ്ക്ക് രാത്രിയുള്ള 3 പ്ലേറ്റിലും നമുക്ക് കളർഫുൾ ആയിട്ടുള്ള ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ആഡ് ഓൺ ചെയ്താൽ മതി. കുറച്ച് കൂടുതൽ നമ്മൾ വെള്ളം കുടിക്കുക. ഏറ്റവും അനിവാര്യമായിട്ടുള്ള കാര്യം ഫിസിക്കൽ ആക്ടിവിറ്റിയാണ്. ഒരു 30 മിനിറ്റ് എങ്കിലും നമ്മൾ റെഗുലറായിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യാം. കരളിൻ്റെ ശസ്ത്രക്രിയയ്ക്ക് പോകുന്നതിന് മുന്നേയും ശേഷം എങ്ങനെ നമുക്കൊരു ഫുഡ് റൊട്ടീൻ നോക്കാമെന്നുള്ളതാണ്. ശസ്ത്രക്രിയയ്ക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ ഉറപ്പായിട്ടും ഒരു പിശുക്കും കൂടാതെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക തന്നെ വേണം. അത് വെജ്, നോൺ വെജ്, മിൽക്ക് പ്രോഡക്ട്സ് എല്ലാം തന്നെ എടുക്കാം. ചീസ്, ഗീ, ബട്ടർ ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക. ബാക്കിയുള്ളത് സേഫ് സോണാണ്. നമ്മൾ ശസ്ത്രക്രിയയ്ക്ക് ശേഷം ശ്രദ്ധിക്കേണ്ടത് ആദ്യം നമ്മളൊരു ലിക്വിഡ് ഡയറ്റിലേക്ക് കടക്കുക എന്നുള്ളതാണ്. അതിൽ നിന്ന് പതിയെ സോഫ്റ്റ് ഡയറ്റിലേക്കും പിന്നെ നോർമലായിട്ടുള്ളൊരു ഡയറ്റിലേക്കും വന്നാൽ മതിയാവും. നമ്മൾ ഓർമ്മിക്കുക, നമ്മുടെ ശരീരത്തിൽ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ അതേ ശരീരം തന്നെ നമ്മളെ ലൈഫിലോ മൊത്തം നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യും. അതുകൊണ്ട് നമ്മളുടെ കരളിനെ നമ്മൾ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാം. നമ്മുടെ കരളിന്റെ ആരോഗ്യത്തിനായി ഭക്ഷണം ഔഷധം എന്ന തത്വം സ്വീകരിക്കുന്നത് നല്ലതാണ്. നമ്മുടെ ശരീരം പറയുന്നത് ശ്രദ്ധിക്കുക. രോഗലക്ഷണങ്ങൾ അവഗണിക്കാതെ പ്രാരംഭഘട്ടത്തിൽ തന്നെ വൈദ്യസഹായം തേടുക. നമ്മുടെ വ്യക്തിഗത ശീലങ്ങൾ കരളിന്റെ ആരോഗ്യത്തെ എങ്ങനെ ബാധിക്കുന്നു എന്ന് മനസ്സിലാക്കി അതിന് അനുയോജ്യമായ രീതിയിൽ മുന്നോട്ടു പോകുക എന്നത് സുപ്രധാനമാണ്. മനുഷ്യന്റെ വികാര വിചാരങ്ങളുടെ ആഴവും തീവ്രതയും പ്രകടിപ്പിക്കുന്ന കാവ്യഭാഷയിലെ സുപ്രധാന പദം കൂടിയാണ് കരൾ. കേവലം ഒരു അവയവം എന്നതിനപ്പുറം ചില വികാരങ്ങളുടെ പ്രതീകമായും കരൾ എന്ന വാക്ക് ഉപയോഗിക്കുന്നു. കരൾ കവർന്നു, കരളെ, കരൾ പിടയുന്നു, കരൾ ഉറപ്പുള്ള. ഇതിൽ നിന്നൊക്കെ കരളിന് നമ്മുടെ ജീവിതത്തിലുള്ള പ്രാധാന്യം വ്യക്തമാണ്. കരളിന്റെ ആരോഗ്യത്തിന് മുൻഗണന നൽകുന്നതിലൂടെ നമ്മുടെയും വരും തലമുറയുടെയും ആരോഗ്യകരമായ ഭാവിയാണ് നിർണയിക്കപ്പെടുന്നത്.
കരൾ രോഗങ്ങൾ തടയാൻ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും നല്ല കാര്യം നമ്മൾ എന്താണ് കഴിക്കുന്നതെന്ന് അറിയുക എന്നതാണ്. നല്ല ഭക്ഷണത്തിലൂടെ കരളിന്റെ പ്രവർത്തനത്തെ പിന്തുണയ്ക്കുക എന്നതാണ്. കരളിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിന് നമുക്ക് വേണ്ടത് ഉറച്ച ശീലങ്ങളാണ്. നമ്മുടെ ഓരോ ചുവടുവയ്പും കരളിനെ ശക്തിപ്പെടുത്തുന്നതാകട്ടെ. വാർത്താ തരംഗിണി സമാപിക്കുന്നു. ഏകോപനം ലെമി ജി നായർ. തയ്യാറാക്കി അവതരിപ്പിച്ചത് സുവർണ. വാർത്താ തരംഗിണി ഇനി വ്യാഴാഴ്ച രാവിലെ 9 മണിക്ക്.